രാമായണ മാസത്തിൽ നമ്മളോടൊപ്പം ചേരുന്ന അതിഥി ആത്മ നാച്ചുറൽ വെൽനസ് ഫൗണ്ടർ ആൻഡ് ഡയറക്ടർ ഡോക്ടർ അഭിജിത്ത് കർമ്മയാണ്. സ്വാഗതം ശ്രീ അഭിജിത്ത് കർമ്മ. നമ്മുടെ കർക്കടകം ഇന്ന് തുടങ്ങുകയാണ്. രാമായണ മാസാരംഭമാണ്. പക്ഷേ കർക്കിടകത്തെ എപ്പോഴും മലയാളികൾ കാണുന്നത് കള്ളക്കർക്കിടകമായും പഞ്ഞക്കർക്കിടകമായിട്ടുമൊക്കെയാണ്. അതുമാത്രമല്ല, ശരീരത്തിനും മനസ്സിനും വലിയ രീതിയിലുള്ള ആധിയും വ്യാധിയും ഒക്കെ ഈ മാസം നൽകും എന്നുള്ള ചില ചിന്തകളുണ്ടല്ലോ. അതിൽ നിന്ന് നമ്മളെ പ്രതിരോധിക്കാൻ, അല്ലെങ്കിൽ കർക്കിടകത്തിൻ്റെ ഏത് കെടുതിയിൽ നിന്നും നമ്മളെ പ്രതിരോധിക്കാൻ നമ്മൾ എങ്ങനെയാണ് സജ്ജമാകേണ്ടത്? ഈ കാലാവസ്ഥ എന്തുകൊണ്ടാണ് കർക്കിടകത്തിൽ അങ്ങേയറ്റം പ്രതികൂലമായി നമ്മളെ ബാധിക്കുന്നത്? തീർച്ചയായിട്ടും ഇപ്പോൾ പറഞ്ഞതുപോലെ പഞ്ഞക്കർക്കിടകത്തിൽ നിന്ന് നമ്മൾ രാമായണ മാസാചരണത്തിലേക്കൊക്കെ വന്നു. പണ്ട് മുതലേ ശരീരത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു സമയമായിട്ട് കർക്കിടകത്തെ കാണുന്നത് നമ്മുടെ ശരീരവും അന്തരീക്ഷവും വീക്കാവുന്ന ഒരു സമയമാണ് എന്നുള്ളത് കൊണ്ടാണ്. ഈ പറഞ്ഞതുപോലെ മഴക്കെടുതിയുടെ പ്രശ്നങ്ങൾ കൊണ്ട്, നമ്മുടെ അന്തരീക്ഷത്തിലെ ഈ പറഞ്ഞ കാലാവസ്ഥയുടെ പ്രശ്നങ്ങൾ കൊണ്ട് ആ സമയത്ത് നമ്മുടെ ശരീരവും കുറച്ച് വീക്കാവുകയും ഒരു വർഷത്തേക്ക് നമുക്ക് വേണ്ട രോഗപ്രതിരോധ ശേഷിയും നമ്മുടെ ആരോഗ്യവും വീണ്ടെടുക്കാൻ വേണ്ടി പല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ കൊടുത്ത് കർക്കിടക ചികിത്സ നമ്മളൊരു 10 ദിവസം 15 ദിവസമൊക്കെ എടുക്കുമ്പോഴാണ് ഒരു വണ്ടിയൊക്കെ സർവീസ് ചെയ്യുന്നത് പോലെ നമുക്ക് നമ്മുടെ ആരോഗ്യത്തെ വീണ്ടെടുക്കുവാനും മുമ്പോട്ട് പോകുമ്പോൾ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ച് നമുക്ക് കൂടുതൽ ശക്തരായും കൂടുതൽ ആരോഗ്യമുള്ളവരായിരിക്കാനും സാധിക്കുന്നു. അതെ, അതോടൊപ്പം നമുക്ക് ഈ കർക്കിടക ചികിത്സ എന്നുള്ളതുണ്ടല്ലോ അഭിജിത്ത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ കർക്കിടക ചികിത്സ നടത്തേണ്ടത്? അത് ആയുർവേദത്തിലും പ്രകൃതി ചികിത്സയിലും ഒക്കെ ഉണ്ട്. എന്നാലും അത് കൃത്യമായി തന്നെ അങ്ങനെ ആ ചികിത്സകൾ നേടുന്നതിൽ, അല്ലെങ്കിൽ അത് പ്രായോഗിക തലത്തിൽ ആർജിക്കുന്നതിൽ നമുക്ക് വലിയ രീതിയിൽ ശരീരത്തിന് ഈ കർക്കിടകത്തെ പ്രതിരോധിക്കാനുള്ള, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ളൊരു രോഗ പ്രതിരോധ ശേഷി കൂട്ടുന്നതിന് സഹായിക്കുന്ന ഘടകങ്ങൾ തന്നെയാണ്. തീർച്ചയായിട്ടും. അതായത് നമ്മൾ ഈ കർക്കിടക ചികിത്സ എന്നുള്ളത് ഇപ്പോൾ ആളുകൾ അതൊരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എപ്പോഴാണോ കർക്കിടക ചികിത്സ എടുക്കുന്നത് കൃത്യമായി ഡോക്ടറുടെ ഒരു കൺസൾട്ടേഷനോടുകൂടി ഓരോരുത്തർക്കും കർക്കിടക ചികിത്സ എടുക്കാം എന്നുള്ളതാണ്. കർക്കിടക ചികിത്സയിൽ പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ അതിനകത്ത് വരുന്നുണ്ട്. ഇപ്പോൾ അഭ്യംഗമായിക്കോട്ടെ, പഞ്ചകർമ്മത്തിലെ പല ട്രീറ്റ്മെൻറ്റുകളും കർക്കിടക ചികിത്സയിൽ വരുന്നുണ്ട്. അതിനോടൊപ്പം ഭക്ഷണ ക്രമീകരണം കർക്കിടക മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. സോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കർക്കിടക ചികിത്സയിലുള്ളിൽ വരുമ്പോൾ അഭ്യംഗം വരും, ശ്വേതനം വരും, ധാരകൾ വരും. ആ ട്രീറ്റ്മെൻറ്റുകൾ കൃത്യമായൊരു ഡോക്ടറെ കൺസൾട്ടേഷനോടുകൂടി എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഓരോ വ്യക്തികൾക്കും വേണ്ട ട്രീറ്റ്മെൻറ്റ്, ഓരോരുത്തരുടെ ശരീരം എല്ലാം വ്യത്യസ്തമാണ്. അപ്പോൾ അവരുടെ ശരീരത്തെ മനസ്സിലാക്കി ആ ശരീരത്തിന് വേണ്ട രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റിൽ എടുക്കുക എന്നുള്ളതാണ് കർക്കിടക മാസത്തിലെ ഏറ്റവും പ്രധാനം. 7 ദിവസം, 14 ദിവസം, 21 ദിവസം തുടങ്ങി പല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ, പല ദൈർഘ്യത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ നമുക്ക് എടുക്കാൻ സാധിക്കും. പക്ഷേ എപ്പോഴും ഒരു 14 ദിവസത്തെ ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കുമ്പോഴാണ് ശരീരത്തിന് റിഫ്രഷ്മെൻറ്റ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് സത്യം. ഈ കർക്കിടകത്തിൽ നമ്മൾ പാലിക്കേണ്ട ചില ആഹാര ക്രമീകരണങ്ങളുണ്ട് എന്ന് പറയാറുണ്ടല്ലോ. കർക്കിടക കഞ്ഞി, അതോടൊപ്പം തന്നെ ഇലക്കറികൾക്ക് പ്രാധാന്യം നൽകണം. ഇതൊക്കെ എന്തുകൊണ്ടാണ് അത്തരം ചില നിഷ്ഠകൾ കർക്കിടക മാസത്തിൽ പറയുന്നത്? തീർച്ചയായിട്ടും. കാരണം ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ കർക്കിടക മാസത്തിൽ നമ്മുടെ ബോഡി വീക്കാവുന്നു എന്ന് പറയുന്നതിനൊരു പ്രധാനപ്പെട്ട സൈഡ് എന്നുള്ളത് നമ്മളുടെ ശരീരത്തിന് കൂടുതൽ റെസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഈ പറഞ്ഞ ഭക്ഷണ ക്രമീകരണങ്ങൾ ഏറ്റവും പ്രാധാന്യമുള്ളതായി വരുന്നത്. നമ്മളുടെ ശരീരത്തിന് ഓവർ ലോഡ് കൊടുക്കാതെ നമ്മളുടെ ശരീരത്തിന് റെസ്റ്റിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വെജിറ്റേറിയൻ ആവുക എന്നുള്ളത് അതൊരു ആചാരം, അല്ലെങ്കിൽ നമ്മളുടെ ഒരു വിശ്വാസം എന്നതിന് ഒപ്പം തന്നെ അതൊരു ശാസ്ത്രീയമായ ഒരു മെഡിക്കൽ സൈഡ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡൈജഷൻ കൂടുതൽ ഈസി ആക്കാൻ ഈ വെജിറ്റേറിയൻ ഭക്ഷണം നമ്മളെ സഹായിക്കും. അവിടെയാണ് ഈ പറഞ്ഞ ഇലക്കറികളായിക്കോട്ടെ, കർക്കിടക കഞ്ഞി ആയിക്കോട്ടെ, ഇതൊക്കെ നമ്മളുടെ ഈ ഒരു കർക്കിടക മാസത്തിൽ നമ്മുടെ ദിനചര്യയിൽ ഉൾപ്പെടുന്നതോടുകൂടി നമ്മുടെ ഭക്ഷണ ക്രമീകരണം അതിലേക്ക് മാറുന്നതോടുകൂടി നമുക്ക് നമ്മുടെ ദഹനം കൂടുതൽ പ്രോപ്പറാവുകയും ദഹനം കൂടുതൽ ഈസി ആവുകയും നമ്മളുടെ ശരീരത്തിന് കൂടുതൽ എനർജി സേവ് ചെയ്യാൻ പറ്റുകയും ഈ സമയത്ത് നമ്മളുടെ ശരീരം വീക്കായിരിക്കുമ്പോൾ ഈ തരത്തിലുള്ള ഭക്ഷണ ക്രമീകരണങ്ങളിലൂടെ നമ്മുടെ ആരോഗ്യം കൂടുതൽ ശക്തമാക്കാനും സാധിക്കും. അതോടൊപ്പം ഡോക്ടർ, നമുക്ക് അറിയാം ഇത്തരത്തിൽ ചില ആഹാര ക്രമീകരണങ്ങൾ അല്ലെങ്കിൽ ഭക്ഷണ രീതികൾ പാലിക്കുന്നതോടൊപ്പം തന്നെ ശരീരത്തിന് നൽകുന്ന ചില ചികിത്സാ വിധികൾ കൂടിയുണ്ടല്ലോ. കർക്കിടക സമയത്ത് പലരും തിരുമുന്നതിന് അല്ലെങ്കിൽ കിഴിയിടുന്നതിന് ഇതിനൊക്കെ കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ട്. അതൊക്കെ എന്തുകൊണ്ടാണ്? നമ്മുടെ ശരീരത്തിന് അത് അങ്ങേയറ്റം അനിവാര്യമായ കാര്യമായതുകൊണ്ട് തന്നെയാണോ ഇത്തരത്തിൽ ഈ കർക്കിടക മാസം അതിന് തിരഞ്ഞെടുക്കുന്നത്? അല്ലെങ്കിൽ ആ കർക്കിടക മാസം തിരഞ്ഞെടുക്കുന്നത് എന്തുകൊണ്ടാണ് പ്രത്യേകിച്ച്? 100% നമ്മുടെ ശരീരത്തിന് ഏറ്റവും അനുയോജ്യമായ
ഡോക്ടർ അഭിജിത്ത്, നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ കർക്കിടക മാസത്തിൽ നമ്മൾ ശീലിക്കേണ്ട അല്ലെങ്കിൽ ആർജിക്കേണ്ട ചില ജീവിത ശൈലികളെക്കുറിച്ചാണല്ലോ. ഇപ്പോൾ നമുക്ക് നിരവധി അഭിപ്രായങ്ങൾ ഈ മേഖലയിൽ നിന്ന് ഇങ്ങനെ വരുന്നുണ്ട്. അതായത് പലരും പല രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നുണ്ട്. ഇതിൽ നിന്ന് കൃത്യമായി നമ്മളൊരു ഉപദേശം തേടുക അല്ലെങ്കിൽ ഏതാണ് കൃത്യമായി സ്വീകരിക്കേണ്ടത് എന്നത് സംബന്ധിച്ച് പലർക്കും ഇപ്പോഴും ആശയക്കുഴപ്പമുണ്ട്. ഇപ്പോൾ കർക്കിടക കഞ്ഞി തന്നെ ഇൻസ്റ്റൻ്റായി പാക്കറ്റിലൊക്കെ കിട്ടുന്ന സാഹചര്യം. അപ്പോൾ ഇതൊക്കെ ഏത് രീതിയിലാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്? ഒരു കൃത്യമായ ചിട്ട ഈ കാലത്ത് എങ്ങനെയാണ് നമ്മൾ ആർജിക്കേണ്ടത്? തീർച്ചയായിട്ടും നമ്മൾ ഒരു ആയുർവേദ ഫിഷ്യൻ അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ അടുത്ത് നിന്ന് കൃത്യമായുള്ള സജഷൻസ് എടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. കാരണം ഇപ്പോൾ പറഞ്ഞതുപോലെ 3 ദിവസം 5 ദിവസം 7 ദിവസം എന്നൊക്കെ പറഞ്ഞുള്ള കർക്കിടക ചികിത്സാ പാക്കേജുകൾ പല രൂപത്തിൽ പല തലത്തിൽ പല മേഖലകളിൽ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ് എന്നുള്ളത് എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞതുപോലെ കർക്കിടക കഞ്ഞി സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും വരെ കിട്ടുന്ന കാലത്തിലൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലൊരു മാറ്റം ഉണ്ടാവുന്നത് അല്ലെങ്കിൽ കർക്കിടക കഞ്ഞി ഒരു കിറ്റായി മാറുന്നതിനെയൊക്കെ ഞാനും വളരെ തുറന്ന മനസ്സോടുകൂടി സ്വീകരിക്കുന്നയാളാണ്. പക്ഷെ നമ്മുടെയൊക്കെ ജീവിത സാഹചര്യങ്ങൾ പല സമയത്തിലൂടെ പോകുമ്പോൾ അതിലൂടെ ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നമുക്കൊരു പരിധിവരെ ഇത് ഫോളോ ചെയ്യാൻ ഇതുപോലുള്ള പാക്കറ്റുകളുള്ള കാര്യങ്ങൾക്ക് സാധിക്കുമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഒതൻറ്റിസിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്രെഡിബിലിറ്റി അതിൻ്റെ ഒരു ഓർഗാനിക് സ്വഭാവം നഷ്ടപ്പെടാതെ ഇവയൊക്കെ പാക്കറ്റിലാക്കുന്നതിനോട് എനിക്ക് വിരോധമില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ ആരെയാണ് ആശ്രയിക്കേണ്ടത് അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഇത് സ്വീകരിക്കേണ്ടത്, എവിടെ നിന്നാണ് നമ്മളിത് മേടിക്കേണ്ടതെന്നുള്ള വലിയൊരു ചോദ്യമുണ്ട്. അതിന് ഏറ്റവും എളുപ്പത്തിൽ അല്ലെങ്കിൽ ഏറ്റവും സിമ്പിളായി പറയാൻ പറ്റുന്നത് കൃത്യമായൊരു ഡോക്ടറുടെ കൺസൾട്ടേഷനോടുകൂടി അല്ലെങ്കിൽ കൃത്യമായൊരു ഡോക്ടറുടെ ഉപദേശത്തോടു കൂടി മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോവുക എന്നുള്ളതാണ്. നമ്മൾ തമാശയ്ക്ക് പറയുന്നൊരു കാര്യമുണ്ട്, അലോപ്പതിയും നാച്ചുറോപ്പതിയും ആയുർവേദവും ഹോമിയോപ്പതിയും ഒക്കെയുള്ള ഡോക്ടേഴ്സിനോടൊപ്പം ഗൂഗിളോപ്പതി ഡോക്ടേഴ്സും ഉള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ എന്തും ChatGPTയോടും ഗൂഗിളിനോടും ചോദിച്ചിട്ട് ചെയ്യാം എന്ന് തീരുമാനിക്കുന്നു. അവരോട് ചോദിക്കുന്നതിന് വിരോധമില്ല. അത് നിങ്ങളുടെ ഡിസിഷൻ മേക്കിങ്ങിൽ അവർ മാത്രമാവാതിരിക്കുക എന്നുള്ളതാണ്. കൃത്യമായൊരു ഡോക്ടറുടെ നിർദ്ദേശത്തോടു കൂടി മാത്രം കർക്കിടക കഞ്ഞിയാണെങ്കിലും കർക്കിടക ചികിത്സയാണെങ്കിലും നിങ്ങൾ സ്വീകരിച്ചാൽ ഇതുമൂലം ഉണ്ടാകാൻ സാധ്യതയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. അതെ ഡോക്ടർ, അതോടൊപ്പം നമുക്കറിയാം ഇപ്പോൾ ഓരോ വ്യക്തിയും പലതരത്തിലുള്ള അസുഖങ്ങളാൽ ബാധിതരായവർ ഉണ്ടാകും. അവർക്ക് ഒരുപക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ പല രീതിയിലുള്ള മെഡിസിൻ ആയിരിക്കും ഉപയോഗിക്കുക. ഇപ്പോൾ അലോപ്പതി സ്വീകരിക്കുന്നവരുണ്ടാകും, ഹോമിയോപ്പതി സ്വീകരിക്കുന്നവരുണ്ടാകും. അപ്പോൾ ഇത്തരത്തിൽ ഏത് ആരോഗ്യവുമായിട്ട് അല്ലെങ്കിൽ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഏത് ചികിത്സാ രീതികൾ അവലംബിക്കുന്നവരായാലും കർക്കിടക മാസമാകുമ്പോൾ അവർക്ക് ധൈര്യമായി തന്നെ ആയുർവേദം പറയുന്ന ചികിത്സാ രീതികൾ അനുവർത്തിക്കാൻ കഴിയുമോ? അവർക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടാകുന്നുണ്ടോ? തീർച്ചയായിട്ടും അവർക്ക് എല്ലാവർക്കും തന്നെ കർക്കിടക ചികിത്സ അവർ കർക്കിടക മാസത്തിൽ സ്വീകരിക്കാൻ സാധിക്കുന്നതാണ്. പക്ഷെ അതിനോടൊപ്പം നമുക്ക് എല്ലാവർക്കും ഒരുപോലെയുള്ള ചികിത്സയല്ല കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. നമ്മളുടെ ശരീരം ഏതവസ്ഥയിലൂടെയാണ് പോകുന്നത്, നമ്മളുടെ ശരീരത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി അതിനു വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ ഓരോ വ്യക്തികൾക്കും കൊടുക്കേണ്ടത്. ഇപ്പോൾ ഓരോ വ്യക്തികളും ഡിഫറെൻ്റാണ്, ഓരോരുത്തരുടെ ശരീരവും ഡിഫറെൻ്റാണ്, അവരുടെ ബോഡിയുടെ ഓരോ അവസ്ഥകളും ഡിഫറെൻ്റാണ്. സോ നിങ്ങളൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിന് മുമ്പ് ആ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ നമ്മുടെ ഡോക്ടർ കൺസൾട്ട് ചെയ്ത് എന്തൊക്കെ ട്രീറ്റ്മെൻറ്റാണ് ആ ശരീരത്തിന് വേണ്ടത് എന്നുള്ളത് കൃത്യമായി പഠിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അല്ലാതെ എല്ലാവരും 7 ദിവസം ഒരേ കർക്കിടക ചികിത്സയാണ് എടുക്കേണ്ടത് എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. ഓരോരുത്തരുടെ ശരീരത്തിൻ്റെ അവസ്ഥ, അവരുടെ ആരോഗ്യത്തിൻ്റെ അവസ്ഥ, അതനുസരിച്ച് അവർക്ക് ട്രീറ്റ്മെൻറ്റുകൾ ഡിസൈഡ് ചെയ്ത് ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശം കൊണ്ട് ഡിസൈഡ് ചെയ്ത് അവർക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, എല്ലാവർക്കും കർക്കിടക ചികിത്സ എടുക്കാം, പക്ഷേ എല്ലാവരുടെയും ചികിത്സകൾ വ്യത്യസ്തമായിരിക്കും. അത് ആ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ ശേഷം അവർക്ക് ആ ചികിത്സ തീരുമാനിക്കാനും അതിനുശേഷം സ്വീകരിക്കാനും സാധിക്കും. നമുക്ക് അതുമാത്രമല്ല, ഈ കർക്കിടക മാസത്തിൽ വലിയ രീതിയിൽ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടാകുമല്ലോ. നേരത്തെ ഡോക്ടർ പറഞ്ഞതുപോലെ നമ്മുടെ ശരീരത്തിനെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു കാലാവസ്ഥയാണ് ഈ കർക്കിടക മാസത്തിലുടനീളം ദൃശ്യമാകുന്നത്. അപ്പോൾ നമ്മൾ ഈ കർക്കിടക ചികിത്സ നടത്തുമ്പോൾ നമുക്ക് ഇതിനെയൊക്കെ പ്രതിരോധിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ഇമ്മ്യൂണിറ്റി പവർ കിട്ടും എന്നാണോ, രോഗപ്രതിരോധ ശേഷി കിട്ടും എന്നാണോ മനസ്സിലാക്കേണ്ടത്? അത് പൂർണ്ണമായും ലഭ്യമാകും. അതുമാത്രമല്ല, അത് തുടർന്ന് വരുന്ന മാസങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അതൊരു മുതൽക്കൂട്ടാകുമെന്ന് തന്നെയാണോ പറയേണ്ടത്? തീർച്ചയായിട്ടും അങ്ങനെയാണ്. ഇപ്പോൾ നമ്മളുടെ കാറ് ഒരു 5000 കിലോമീറ്റർ വന്നാൽ സർവീസ് ചെയ്യും ഇല്ലേ? അപ്പോൾ അതുപോലെ നമ്മളുടെ ഒരു ആനുവൽ സർവീസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് കർക്കിടകം എന്നുള്ളത്. കർക്കിടക ചികിത്സയിൽ ഈ പറയുന്ന നമുക്ക്
പുറത്തുള്ള നമ്മളുടെ അന്തരീക്ഷമൊക്കെ വളരെ വീക്കായിട്ടിരിക്കുമ്പോൾ നമ്മളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനും ഇനി മുമ്പോട്ട് പോകുമ്പോൾ ഇനിയുള്ള ഓരോ മാസങ്ങളിലും നമ്മളുടെ ആരോഗ്യം കുറച്ചുകൂടി മെച്ചപ്പെടുത്താനും കർക്കിടക മാസത്തിലെ ഈ ട്രീറ്റ്മെൻറ്റ് തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കും എന്നുള്ളതാണ് ശാസ്ത്രം അല്ലെങ്കിൽ നമ്മളുടെ അനുഭവങ്ങൾ നമ്മളോട് പറയുന്നത്. പറഞ്ഞതുപോലെ കൃത്യമായ ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കൂടെ ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കണം, നിങ്ങൾ ഈ 1 മാസം കർക്കിടക ചികിത്സ എടുത്തതുകൊണ്ട് പിന്നെയുള്ള 11 മാസം നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ എന്നുള്ളതല്ല. മറിച്ച് ഈ കർക്കിടക മാസത്തിലെ ആ ട്രീറ്റ്മെൻറ്റും കർക്കിടക മാസത്തിലെ ജീവിതശൈലിയും കർക്കിടക മാസത്തിലെ ഭക്ഷണ ക്രമീകരണവും അതെല്ലാം ഇനിയുള്ള 1 വർഷത്തേക്കുള്ള നമ്മളുടെ ആദ്യത്തെ സ്റ്റെപ്പാണ്. അപ്പോൾ അത് കുറച്ചുകൂടി നന്നായി ശ്രദ്ധിച്ചാൽ അവർക്ക് ലൈഫ് ലോങ് ആയുഷ്കാലം ആരോഗ്യത്തോടു കൂടി ഇരിക്കാൻ ഈ കർക്കിടക മാസം ഒരു തുടക്കമായി മാറാൻ വളരെയധികം സാധ്യതയും സാഹചര്യവുമുണ്ട്. ഡോക്ടർ, അതോടൊപ്പം ഈ കർക്കിടക ചികിത്സ എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ നമ്മുടെയൊക്കെ ഒരു തെറ്റിദ്ധാരണയുണ്ടല്ലോ, അതായത് പ്രായമായവർക്കാണ് അല്ലെങ്കിൽ പ്രായമേറിയവർക്കാണ് ഇത്തരത്തിൽ ഈ കർക്കിടക ചികിത്സ നൽകുന്നത് എന്നൊക്കെയുള്ളത്. അതായത് ഇപ്പോൾ ശരീരവേദന അനുഭവിക്കുന്നവർക്ക് ധാര അല്ലെങ്കിൽ കിഴിയിടുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എപ്പോഴും പ്രായമായവർ ചെയ്യേണ്ടതാണ് എന്നുള്ളൊരു ധാരണയുണ്ടല്ലോ. യഥാർത്ഥത്തിൽ ഈ കർക്കിടക ചികിത്സയിൽ അല്ലെങ്കിൽ കർക്കിടകത്തിൽ നമ്മൾ ആർജിക്കേണ്ട ജീവിതശൈലിയിൽ കൊച്ചുകുട്ടികൾക്ക് അവർക്ക് നൽകേണ്ടുന്ന ചില കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും ഈ നമ്മളീ പറഞ്ഞ ഭക്ഷണ ക്രമീകരണമൊക്കെ നമ്മുടെ വീട്ടിലെ എല്ലാവരും ആചരിക്കേണ്ടതാണ് എന്നുള്ളതാണ് സത്യം. പ്രായം എന്നുള്ളത് ഇപ്പോൾ ഒരു ഫാക്ടർ അല്ലാതെ മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നേരത്തെ പ്രായമുള്ളവർക്കാണ് ഈ പറഞ്ഞ എല്ലാ രോഗങ്ങളോ അല്ലെങ്കിൽ ഒരു അൺഹെൽത്തി കണ്ടീഷൻസ് കണ്ടുവരുന്നത്. ഇപ്പോൾ ഒരു 15 വയസ്സ് കഴിയുമ്പോൾ തൊട്ട് നമ്മളുടെ ഓരോരുത്തരുടെയും ആൺകുട്ടികളും പെൺകുട്ടികളും വീക്കായിക്കൊണ്ടിരിക്കുകയും അവർക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കണ്ടുവരുന്ന ഒരു നിത്യസംഭവമായിക്കൊണ്ടിരിക്കുന്ന ഒരു കൺസൾട്ടേഷൻ ജീവിതത്തിലൂടെ കടന്നു പോകുന്നവരാണ് ഞാനുൾപ്പെടെയുള്ള ഡോക്ടേഴ്സ് എല്ലാവരും തന്നെ. അതുകൊണ്ട് പ്രായം ഇപ്പോൾ ഒരു പ്രശ്നമല്ല. കാരണം 15 വയസ്സ് കഴിയുന്ന മുതൽ അല്ലെങ്കിൽ 18 വയസ്സ് മുതൽ ആളുകൾ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. കർക്കിടക ചികിത്സ അവർക്കും അനിവാര്യതയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിലെ എല്ലാ ആളുകൾക്കും ചെറിയ കുട്ടികൾ മുതൽ എത്ര മുതിർന്നവർ വരെയാണെങ്കിലും അവർക്കെല്ലാം ഈ പറഞ്ഞ കർക്കിടക മാസത്തിലെ ഭക്ഷണ ക്രമീകരണം വളരെയധികം ഹെൽപ്ഫുള്ളായിട്ടുള്ള കാര്യമാണ്. പറഞ്ഞ ട്രീറ്റ്മെൻറ്റുകൾ അഭ്യംഗം മുതൽ ധാരകൾ, ബസ്തി, കിഴികൾ അങ്ങനെയുള്ള എല്ലാ ആയുർവേദ ട്രീറ്റ്മെൻറ്റുകളും കർക്കിടക ചികിത്സ ട്രീറ്റ്മെൻറ്റുകളും ഒരു പ്രായം കഴിഞ്ഞാൽ 15 വയസ്സ് 18 വയസ്സ് കഴിഞ്ഞാൽ മുതൽ എല്ലാവർക്കും തന്നെ സ്വീകരിക്കാൻ സാധിക്കുന്നതാണ്. ഈ ഭക്ഷണ ക്രമീകരണം അവരുടെ വീട്ടിലുള്ള കൊച്ചു കുട്ടികൾ മുതൽ എല്ലാവർക്കും സ്വീകരിക്കാൻ പറ്റുന്നതാണ്. അതെ, തീർച്ചയായും. വളരെ നന്ദി ഡോക്ടർ അഭിജിത്ത് കർമ്മ, ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ഈ കർക്കിടക മാസത്തിൽ ആചരിക്കേണ്ട ശീലികളെക്കുറിച്ച് പറഞ്ഞു തന്നതിന് വളരെയധികം നന്ദി. നമ്മളോടൊപ്പം ഇന്ന് കർക്കിടക മാസത്തിൽ ആചരിക്കേണ്ട ശീലങ്ങളെക്കുറിച്ച് പറഞ്ഞു തന്നത് ആത്മാ നാച്ചുറൽ വെൽനസ് ഫൗണ്ടർ ആൻഡ് ഡയറക്ടർ ഡോക്ടർ അഭിജിത്ത് കർമ്മയാണ്.